2 ദിവസം മുമ്പ് ഒറ്റപ്പാലത്ത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഒരു ഫോൺ. ഞാൻ റിസീവർ എടുത്തു. ഹലോ. അപ്പോൾ മറുപുറത്തുനിന്ന് ഇത് ഞാനാണ്. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ആളിനെ മനസ്സിലായി. ഇന്നസെൻ്റാണ്. ഞാൻ ചോദിച്ചു, എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. എന്താണ് തൻ്റെ ഉദ്ദേശം? മൂപ്പര് ചോദിക്കുകയാണ്. നമ്മൾ എന്ത് ഉദ്ദേശം? എനിക്ക് മനസ്സിലായില്ല. അല്ല, എന്താണ് തൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, അത് മനസ്സിലായി. എന്നാൽ അത് പറയൂ. ഞാൻ പറഞ്ഞു, ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ പല ഘട്ടങ്ങളിലും എനിക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പം എനിക്ക് തൽക്കാലം ഉദ്ദേശമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, അത് ശരി, കോമഡി പറയുകയാണോ? താൻ വലിയ കോമഡി എഴുത്തുകാരൻ, കോമഡി തിരക്കഥാകാരൻ എന്നുള്ള വിചാരമായിരിക്കും. മിസ്റ്റർ, ഒരു കാര്യം മനസ്സിലാക്കണം. കൈരളി ചാനലിൽ കയറി നിന്നുകൊണ്ട് തനിക്ക് ആരെപ്പറ്റിയും എന്തും പറയാമെന്നാണോ വിചാരം? പണ്ട് കാലത്ത് ഞാൻ ഏതൊക്കെയോ സിനിമകളിൽ 10 രൂപ കൂലിക്ക് കുന്തം പിടിക്കാൻ പോയി നിന്നിട്ടുണ്ട് എന്ന് താൻ പറഞ്ഞിട്ട് എന്നെ നാറ്റിച്ചു. തൻ്റെ വിചാരം എന്താണ്? അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ശരിയാണ്, കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഇന്നസെൻറ്റിനെ പറ്റി, അതായത് വടപഴനിയിലും കോടമ്പാക്കത്തൊക്കെ ദിവസേന കേരളത്തിൽ നിന്ന് വന്നിറങ്ങുന്ന ആളുകൾ വന്ന് ചേക്കേറുകയും ചെറിയ ചെറിയ റോളുകൾക്ക് വേണ്ടി എല്ലാ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും വീടുകളിൽ അലഞ്ഞു നടക്കുന്നതും, അങ്ങനെ വലിയ റോളുകൾ കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ കുന്തം പിടിക്കാൻ 10 രൂപയ്ക്ക് പോകുന്നതുമൊക്കെ, ആ കൂട്ടത്തിൽ ഇന്നസെൻറ്റും പല സിനിമകളിലും കുന്തം പിടിച്ചതായി ഞാൻ പറഞ്ഞിരുന്നു. അത് മൂപ്പർക്ക് തീരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഈ വിളി. ഇന്നസെൻറ്റ് ചൂടായി തന്നെ തുടർന്നു. താൻ മോഹൻലാലിനെ പറ്റി പറയുന്നു, മമ്മൂട്ടിയെ പറ്റി പറയുന്നു. എന്താണ് തൻ്റെ വിചാരം? ഏതൊക്കെയോ മണ്ടന്മാർ താനൊരു ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞത് താൻ തന്നെ അങ്ങോട്ട് വിശ്വസിച്ചോ? ഇവിടെ താൻ ബുദ്ധിജീവിയൊന്നുമല്ല. ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഈ കാറ്റഗറി ഉണ്ടല്ലോ, നൂറ്റാണ്ടിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. അരിസ്റ്റോട്ടിൽ, ഐൻസ്റ്റീൻ, എഡിസൺ, ഗലീലിയോ, അങ്ങനെ കുറേ പേരുകൾ. അവരൊക്കെയാണ് ബുദ്ധിജീവികൾ. താൻ ആ കൂട്ടത്തിലെന്ന് ആദ്യം മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞു, ഇന്നസെൻ്റ്, ഞാനെന്ത് ചെയ്യാനാണ്? ഞാൻ എന്നെപ്പറ്റി ഞാനൊരു ബുദ്ധിജീവിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്നും എനിക്കറിയില്ല. അതെൻ്റെ കുറ്റാണോ? ഇന്നസെൻറ്റിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയാം, ഞാൻ പരമവിഡ്ഢിയാണ്, പോരെ? അപ്പോൾ ഇന്നസെൻ്റ് കൂടുതൽ ചൂടായി. താനെന്താ എനിക്ക് കൺസെഷൻ തരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്ത് കുറ്റമാണ് ഇതിൽ ചെയ്തത്? കുറ്റം ചെയ്തില്ലേ? കുറ്റം ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ 10 രൂപയ്ക്ക് കുന്തം പിടിക്കാൻ സിനിമയിൽ പോയി താൻ പറഞ്ഞോ ഇല്ലയോ? അതായത് ദാവൺകരയിൽ തീപ്പെട്ടി കമ്പനി മുതലാളിയാണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക്, തീപ്പെട്ടി കമ്പനി മുതലാളിയായ എനിക്ക്, ഇങ്ങനെ കുന്തം പിടിക്കാൻ പോയ ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു എന്ന് ഇപ്പം എൻ്റെ ഭാര്യ വീട്ടുകാർ അറിഞ്ഞാൽ അത് വളരെ മോശമല്ല. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യും. ഈ പറഞ്ഞ കഴിഞ്ഞ വ്യാഴാഴ്ച പറഞ്ഞല്ലോ ഈ കുന്തം പിടിക്കാൻ ഞാൻ പോയി എന്നുള്ളത്, അത് വെറുതെ ഇന്നസെൻറ്റിനെ പറ്റി ഒന്ന് വെറുതെ കളിയാക്കാൻ ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ലയെന്ന് താൻ ചാനലിൽ തന്നെ ഒന്ന് പറഞ്ഞേക്ക്, അതൊന്ന് തിരുത്തിയേക്ക്.